മുഗൾ ചക്രവർത്തി ഔറംഗസീബിൻ്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ആ തർക്കം മുറുകുകയാണ്. നാഗ്പൂർ അതിനെ ചൊല്ലി അക്രമാസക്തമായി. അവിടെ ഏറ്റുമുട്ടലുകളുണ്ടായി, തീവെപ്പുണ്ടായി, നിരവധി പ്രദേശങ്ങളിൽ കല്ലേറുണ്ടായി. പോലീസ് ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യമുണ്ടായി. VHP അടുത്തിടെ അവിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസിന് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. അതിലവർ പ്രധാനമായി ആവശ്യപ്പെട്ടത് ഈ ഔറംഗസീബിൻ്റെ ശവകുടീരം മാറ്റണം എന്നതാണ്. കാരണം ആ ശവകുടീരം ചരിത്രപരമായ ഒരു അടിച്ചമർത്തലിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. അതുകൂടാതെ ഈ മറാത്ത ഭരണാധികാരിയായിരുന്ന സംഭാജി മഹാരാജിനെ ഔറംഗസീബ് വധിച്ചു എന്നൊക്കെ ഈ മെമ്മോറാണ്ടത്തിൽ അവർ പറയുന്നുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ശവകുടീരം അവിടെ നിന്ന് മാറ്റണം എന്നാണ് അവരുടെ ആവശ്യം. ഏതായാലും ആ സ്ഥലത്ത് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഔറംഗസീബിൻ്റെ ശവകുടീരത്തിന് ചുറ്റും കർശന നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവേശനത്തിന് പ്രത്യേക രജിസ്ട്രേഷൻ വേണം, സാധുവായ ഐഡൻറ്റിറ്റി കാർഡ് വേണം, സുരക്ഷാ സേന അവിടെ വളഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് റിസർവ് പോലീസും ലോക്കൽ പോലീസും ഹോം ഗാർഡും ഒക്കെ അവരുടെ ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഔറംഗസീബിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കം വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയരുകയാണ്. മുഹി അൽ ദീൻ മുഹമ്മദ് അഥവാ ഔറംഗസീബ് നവംബർ 3, 1618 ജനിക്കുന്നത്. മാർച്ച് 3, 1707 മരിക്കുന്നത്. ആലംഗീർ ഒന്നാമൻ എന്ന പേരിൽ ആ കാലത്തൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 6ാമത്തെ മുഗൾ ചക്രവർത്തിയാണ്. 1658 ഔറംഗസീബ് സിംഹാസനത്തിലെത്തുന്നത്. പിന്നീട് 1707 വരെ ഇന്ത്യ ഭരിക്കുകയും ചെയ്തു. ഇന്ത്യൻ ചരിത്രത്തിൽ വിവാദങ്ങളിൽ ഇടം പിടിച്ച ഒരു വ്യക്തിത്വമാണ് ഔറംഗസീബ്. പിന്തുടർച്ച അവകാശം നേടുന്നത് സഹോദരന്മാരോട് പോരടിച്ചാണ്. അങ്ങനെയാണ് സിംഹാസനത്തിൽ കയറുകയും അധികാരം പിടിച്ചടക്കുകയും ഒക്കെ ചെയ്തത്. ഷാജഹാൻ ചക്രവർത്തിക്ക് 4 ആൺമക്കളുണ്ടായിരുന്നു. അവർ 4 പ്രവിശ്യകളുടെ ഗവർണർമാരായിരുന്നു. ചക്രവർത്തി മൂത്തവനായ ദാരാ ഷിക്കോയെയാണ് തൻ്റെ പിൻഗാമിയായി നിയമിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ നിയമിക്കാൻ ആഗ്രഹിച്ചത്. ചരിത്രകാരനായ സതീഷ് ചന്ദ്ര ഈ ഘട്ടത്തെക്കുറിച്ച് പറയുന്നത് അത്തരം സാഹചര്യങ്ങളിൽ, അന്നുണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ ആർക്കാണോ ശക്തമായ സൈനിക നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുന്നത് അവർ സ്വാഭാവികമായും സിംഹാസനത്തിലേക്ക് വരും എന്നതാണ്. അങ്ങനെയാണ് ഔറംഗസീബ് സിംഹാസനത്തിൽ എത്തുന്നത്. ചരിത്രകാരനായ ബാർബറ ഡി മെറ്റ്കാൾഫും അതുപോലെ തോമസ് ആർ മെറ്റ്കാൾഫും പറയുന്നത് വ്യത്യസ്തമായ തത്വചിന്തകളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഈ ദാര അദ്ദേഹത്തിന് ഒരു കനത്ത ശക്തിയുള്ള ജനറലാകാൻ കഴിഞ്ഞില്ല. പട്ടാളത്തെ ആ നിലയ്ക്ക് തനിക്ക് അനുയോജ്യമായ രീതിയിൽ നയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പിന്തുടർച്ചാവകാശ തർക്കത്തിൽ തോറ്റുപോയി എന്നൊക്കെയാണ്. ഏതായാലും അത് ഔറംഗസീബിന് ഗുണം ചെയ്തു. സ്വാഭാവികമായും അയാൾ ഈ സിംഹാസനത്തിലേക്ക് നടന്നു കയറുകയും ചെയ്തു. മുൻഗാമികളായ ബാബറിനെ പോലെയോ ഹുമയൂണിനെ പോലെയോ അക്ബറിനെ പോലെയോ ജഹാംഗീറിനെ പോലെയോ ഷാജഹാനെ പോലെയോ ആയിരുന്നില്ല ഔറംഗസീബ്. കുറച്ചുകൂടി കർശനമായ ഇസ്ലാമിക് ഭരണരീതി അയാൾ ആവിഷ്കരിച്ചു. ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്നതിനെ വലിയ വിമർശനത്തോടു കൂടിയാണ് പലപ്പോഴും ചരിത്രകാരന്മാർ നോക്കിക്കണ്ടത്. അത് ഈ സൈനിക നീക്കങ്ങൾ പലതും മതപരമായ ചില കാഴ്ചപ്പാടുകൾ കൂടി മുൻനിർത്തിയാണ് വിശകലനം ചെയ്യപ്പെട്ടത്. ഔറംഗസീബിൻ്റെ ഉന്നതരായ ഹിന്ദു ഉദ്യോഗസ്ഥന്മാരെ ഇസ്ലാം മതം സ്വീകരിക്കാൻ ചക്രവർത്തി പ്രോത്സാഹിപ്പിച്ചു എന്നത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. 1663 ഔറംഗസീബ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട്. അത് സതി നിർത്തലാക്കണം എന്നാണ്. ഭർത്താവ് മരിച്ച സ്ത്രീകളെ ചുട്ടുകൊല്ലുന്നത് ശരിയല്ല, അത് ശരിയായ ഒരു രീതിയല്ല എന്ന ചക്രവർത്തി അന്ന് കരുതുകയും ചെയ്തു. അതിനെ ഒരു പുരോഗമനമായ കാഴ്ചപ്പാടായി കാണുന്നവരും ഉണ്ട്. 1679 അദ്ദേഹം ജസിയ നികുതി ഏർപ്പെടുത്തുന്നുണ്ട്. ഒരു വലിയ കാലയളവിന് ശേഷമാണ് വീണ്ടും ഈ ജിസിയ നിയമം വരുന്നത്. അത് ഹിന്ദുക്കളല്ലാത്തവർക്ക് മുകളിൽ ചുമത്തുന്ന ഒരു നികുതിയാണ്. അതിൽ നിന്ന് ബ്രാഹ്മണരെയും സ്ത്രീകളെയും കുട്ടികളെയും വയസ്സായവരെയും വികലാംഗരെയും തൊഴിലില്ലാത്തവരെയും മനോനില തെറ്റിയവരെയും രോഗികളെയും ഒക്കെ ഒഴിവാക്കിയിരുന്നെങ്കിലും അത് അങ്ങനെ ഒരു നിയമം, നികുതി അവിടെ ഏർപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും ഒരു ഓർത്തഡോക്സ് സുന്നി ഇസ്ലാം ആയിരുന്നു ഔറംഗസീബ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇസ്ലാമിക നിയമം നടപ്പിലാക്കാനുള്ള ശ്രമത്തെ വളരെ വിമർശനാത്മകമായി തന്നെയാണ് ഇന്ത്യൻ ചരിത്രകാരന്മാർ കണ്ടിട്ടുള്ളത്.
ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു എന്ന വലിയ ആരോപണം ഔറംഗസീബിന് നേരെയുണ്ട്. ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി എന്നൊരു വിമർശനവും ഉണ്ട്. അതിൽ ഈ കാശി വിഷ്ണുനാഥ ക്ഷേത്രവും അതുപോലെ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഇതൊക്കെ മതപരമായ അസഹിഷ്ണുതയുടെ തെളിവായി പലപ്പോഴും ഉയർത്തിക്കാണിക്കപ്പെട്ടു. അതുപോലെ മറ്റു മതനേതാക്കളോട് വേണ്ടത്ര ബഹുമാനമില്ലാത്ത രീതിയിലാണ് ഔറംഗസീബ് പെരുമാറിയിരുന്നത് എന്ന വിമർശനവും ഉണ്ട്. പലപ്പോഴും അവരെ വലിയ പീഡനങ്ങൾക്ക് ഇരയാക്കി എന്നുവരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സിഖുകാർക്ക് നേരെ ആക്രമണം നടത്തി എന്നത് മറ്റൊരു വലിയ ആരോപണമായി തന്നെ നിലനിൽക്കുന്നു. സിഖ് കലാപത്തിന് അത് കാരണമായി. 9ാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹദൂറിനെ വധിച്ചു എന്നതും അദ്ദേഹത്തിന് നേരെയുള്ള ഒരു ആരോപണമാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടക്കുന്ന ഈ ആക്രമണങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ മറ്റൊരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വലിയൊരു വികാരമാണ് ശിവാജി. ശിവാജിയും ഔറംഗസീബും ശത്രുക്കളായിരുന്നു എന്നതാണ് അവരെ ഇപ്പോൾ ഏറ്റവും അധികം പ്രകോപിപ്പിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. 1966 ഔറംഗസീബ് ശിവാജിയെ ആഗ്രയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ഒപ്പം 9 വയസ്സുള്ള മകൻ സംഭാജിയും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ശിവാജി അപമാനിതനാകുന്നു. പിന്നീട് മുഗൾ സേനയുമായി തർക്കത്തിലാകുന്നു, കീഴടങ്ങുന്നു, ഒടുവിൽ കാരാഗൃഹത്തിലാകുന്നു. തുടർന്ന് ആ കാരാഗൃഹത്തിൽ നിന്ന് ശിവജി രക്ഷപ്പെടുന്നതിനെ സംബന്ധിച്ചൊരു വലിയ കഥ തന്നെയുണ്ട്. രോഗിയായി നടിക്കുകയും പിന്നീട് ഒരു കൊട്ടയിൽ രക്ഷപ്പെടുകയും ചെയ്യുന്ന ദ ഗ്രേറ്റ് ആഗ്ര എസ്കേപ്പ്. 1666 ഓഗസ്റ്റ് 17 അങ്ങനെ കൊട്ടയിൽ ശിവജി രക്ഷപ്പെടുന്നത്. അത് ചരിത്രപരമായ ഒരു വസ്തുതയാണോ എന്ന കാര്യത്തിൽ പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കൊട്ടയിൽ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നറിയില്ല. അവിടുത്തെ കാവൽക്കാരെ പണം നൽകി സ്വാധീനിച്ച് രക്ഷപ്പെട്ടതാകാം എന്ന് കരുതുന്നവരുമുണ്ട്. കൊട്ടയിൽ രക്ഷപ്പെട്ടു എന്നതിന് കൃത്യമായി തെളിവില്ല എന്ന് ചരിത്രകാരനായ സ്റ്റുവർട്ട് ഗോർഡൻ അഭിപ്രായപ്പെടുന്നു. ഔറംഗസീബ് 1707 മാർച്ച് 3 മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ വെച്ചാണ് മരിക്കുന്നത്. ഇപ്പോഴത് അഹല്യ നഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഔറംഗസീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദാണ്. ഇപ്പോൾ ആ സ്ഥലം ഛത്രപതി സംഭാജി നഗർ എന്നാണ് അറിയപ്പെടുന്നത്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഗുൽദാബാദിൽ തന്നെ സംസ്കരിക്കാൻ ഔറംഗസീബ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ അസം ഷാ ഈ ആഗ്രഹം നിറവേറ്റി എന്നും പറയുന്നുണ്ട്. അവസാന കാലത്ത് ശവസംസ്കാരം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഔറംഗസീബിന് ഉണ്ടായിരുന്നു. പണം കണ്ടെത്തുന്നതിനായി തൊപ്പികൾ തുന്നി സമ്പാദ്യം ഉണ്ടാക്കി. 14 രൂപയും 12 അണയോ മറ്റോ ആണ് അന്ന് ഇതിനായി ചിലവഴിച്ചത്. ഏതായാലും ചക്രവർത്തി വലിയ ഒരു ശവകുടീരം നിർമ്മിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ്. മറ്റ് ചക്രവർത്തിമാരിൽ നിന്ന് വ്യത്യസ്തമായി ലളിതമായ ഒരു ശവകുടീരം മതി എന്ന നിലപാടായിരിക്കണം ഉണ്ടായിരുന്നിരുന്നത്. ഏതായാലും ആ ശവകുടീരത്തിൽ അടക്കം ചെയ്യപ്പെട്ടു. അതിന് വലിയ ഒരു മോടി പിടിപ്പിക്കലൊന്നും ഉണ്ടായില്ല, അലങ്കാരപ്പണികൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തുണി കൊണ്ട് മാത്രം മറച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് മണ്ണ് മൂടി, ചിലപ്പോഴൊക്കെ സസ്യങ്ങൾ വളർന്നു. പിന്നീട് അത് കുറച്ച് കാലത്തിന് ശേഷമാണ് അത് അടയാളപ്പെടുത്തി വേർതിരിച്ച് ആളുകൾക്ക് സന്ദർശിക്കാൻ പറ്റുന്നൊരിടമാക്കിയൊക്കെ മാറ്റിയത്. ഏതായാലും അദ്ദേഹം കൃത്യമായി ഇസ്ലാമിക തത്വങ്ങളെ തൻ്റേതായ രീതിയിൽ വ്യാഖ്യാനിച്ചു. അത് ഏറ്റവും കഠിനമായ രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നൊക്കെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ട്. ഏതായാലും അദ്ദേഹം ഇസ്ലാമിക തത്വങ്ങളെ തൻ്റേതായ രീതിയിൽ വ്യാഖ്യാനിച്ചു. ആ രീതികൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനും കൂടുതൽ കർക്കശമായി നടപ്പിലാക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഈ ശവകുടീരം ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് VHP. ഏതായാലും ഔറംഗസീബിൻ്റെ ശവകുടീരത്തെ സംബന്ധിച്ചുള്ള ഒരു തർക്കം വീണ്ടും ഉയർന്നു പൊങ്ങുകയാണ്. അത് ചരിത്രപരമായ ഒരു വിശകലനം അനിവാര്യമാക്കുന്നു. ഔറംഗസീബിനെ പലതരത്തിലാണ് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നത്. ചിലർ വലിയ കർക്കശക്കാരനായ ഇസ്ലാം മതവിശ്വാസിയായി അയാളെ അടയാളപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ മാറി ചിന്തിച്ച ഒരു ചക്രവർത്തിയാണ് ഔറംഗസീബ് എന്നും പറഞ്ഞു വയ്ക്കുന്നു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കണമെന്നതിന് കൃത്യമായ ഒരു നിയമ രീതിയുണ്ട്. ആ സംവിധാനം പാലിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം.